Hi, hello everyone. Welcome back to AM Blackboard. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ടെക്നിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മെയിൽ മെർജിങ് ടെക്നിക്ക്. എന്താണ് മെയിൽ മെർജിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? മെയിൽ മെർജിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, നമ്മൾ ടെക്സ്റ്റിൽ കിടക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളുടെയും പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ് എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കേണ്ടി വരും അല്ലേ. ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടി വരും. അപ്പം എന്താ പറ്റുക, അത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷനാണ് മെയിൽ മെർജിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കുറച്ച് വാല്യൂസ്, അതായത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മളൊരു ഡേറ്റാ ബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ വ്യക്തികളുടെയും അഡ്രസ്സിലും പേരിലും ആയിരിക്കും ഓരോ ഡോക്യുമെൻ്റായിട്ട് നമുക്കതിനെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് മെയിൽ മെർജിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു പാർട്ടിസിപ്പൻസ് കാർഡ് പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ, പാർട്ടിസിപ്പൻസ് കാർഡ് ഇപ്പം ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പാർട്ടിസിപ്പൻസ് കാർഡാണെങ്കിൽ അപ്പം അത് എത്ര പേരുണ്ടാവും? ഒരാൾ മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഒന്നിൽ കൂടുതൽ പേര് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണല്ലേ. ഇതെല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും, ഒറ്റ ട്രിപ്പിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി ടൈം സേവിങ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ മെർജിങ്. ഒരു ഡേറ്റാ ബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂസിനെ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരിക. ഡേറ്റാ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അതിനെ നമ്മളിവിടെ ഡേറ്റാ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിബ്രെ ഓഫീസിൻ്റെ തന്നെ കാൽക്ക്, അതായത് സ്പ്രെഡ്ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ റൈറ്ററിലേക്ക് നമ്മൾ വാല്യൂസിനെ കൊണ്ടുവരുന്നു. അതാണ് മെയിൽ മെർജിങ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ 3 ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഒന്നൊരു ലെറ്റർ പ്രിൻ്റ് ചെയ്യാനായിട്ട്, ഇൻവിറ്റേഷൻ ലെറ്റർ മൾട്ടിപ്പിൾ പേഴ്സൺസിന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഒരു പാർട്ടിസിപ്പൻസ് കാർഡ്, പിന്നെ സർട്ടിഫിക്കറ്റ്സ്. ഇത് 3 നിങ്ങളുടെ ആക്ടിവിറ്റി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് 3നും റിസോഴ്സ് ഫയൽസ് ഉണ്ട്. അത് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സ് ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ആ റിസോഴ്സ് ഫയൽ ഇല്ലാത്ത കാരണം ഞാൻ തന്നെ റിസോഴ്സ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെയിൽ മെർജിങ് ടെക്നിക്കിനെ പരിചയപ്പെടാം. ഓക്കെ. പ്രിപ്പയറിംഗ് ലെറ്റർ യൂസിങ് മെയിൽ മെർജ്. നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് അഡ്രസ്സ് എന്ന് പറഞ്ഞ ODS ഫയലാണ്. ODS ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ എക്സ്റ്റൻഷനാണ്. അതിൻ്റെ അകത്ത് ഞാൻ സാമ്പിളായിട്ട് കുറച്ച് നെയിമും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെയിം, അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, പിന്നെ പിൻകോഡ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ലെറ്റർ ചെയ്യുന്നത്. ലെറ്ററിലേക്ക് ഈ വാല്യൂസിനെ നമ്മൾ ഫെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് ഒരെണ്ണം എടുത്തതാണ് ലെറ്റർ. ഇത് സെമിനാർ പാർട്ടിസിപ്പൻസിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലെറ്ററിൻ്റെ സാമ്പിളാണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ആ ഡേറ്റാബേസിലെ വാല്യൂസ്, ഓരോ നെയിമും അവരുടെ അഡ്രസ്സും ഈ ലെറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഈ ലെറ്റർ. അതായത് നമുക്ക് അഡ്രസ്സ് വേണം, പിന്നെ റെസ്പെക്റ്റഡ് ഇൻവൈറ്റി നെയിമിന് പകരം ആ ഇൻവൈറ്റി നെയിമിന് വരെ അവിടെ ആളുടെ പേരാണ് വരേണ്ടത്. അത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഞാൻ ആ ലെറ്ററിന് വേണ്ട ആവശ്യമായ എഡിറ്റിംഗ് എല്ലാം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് കൊണ്ടുവരിക. അതിനായി ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, ദെൻ ഫീൽഡ് ക്ലിക്ക് ചെയ്യുക, ദെൻ മോർ ഫീൽഡ്. അതിൻ്റെ അകത്ത് ഡേറ്റാബേസ് എന്ന ടാബ് സെലക്ട് ചെയ്യുക, ദെൻ മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ചെയ്യുക, ദെൻ ആഡ് ഡേറ്റാബേസ് ഫയൽ, അതിന് ബ്രൗസ് ക്ലിക്ക് ചെയ്യുക, ഫയലിനെ സെലക്ട് ചെയ്യുക, അതായത് അഡ്രസ്സ്, ദെൻ ഓപ്പൺ കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡേറ്റാബേസ് ഫയൽ അവിടെ വന്നിട്ടുണ്ട്. അഡ്രസ്സിൻ്റെ അകത്ത് ഷീറ്റ് 1 സെലക്ട് ചെയ്യുക. ഒരു ഷീറ്റേ ഉള്ളൂ, ഷീറ്റ് 1. അതിൻ്റെ അകത്തുനിന്ന് നെയിം സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. നെയിം ഏതാണോ വേണ്ടത് അത് ഫെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഞാൻ അഡ്രസ്സസ് എന്നുള്ളത് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി കൺട്രോൾ F2, അതായത് കീബോർഡിലെ കൺട്രോൾ F2 ക്ലിക്ക് ചെയ്താലും നമ്മുടെ വിൻഡോ ഓപ്പൺ ആയി വരും. ഫീൽഡ്സ് എന്നുള്ള വിൻഡോ ഓപ്പൺ ആവും. അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ബ്രൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷീറ്റിന്. അതിൻ്റെ അകത്ത് നിന്ന് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. ഇതാ അവിടെ അഡ്രസ്സ് വന്നത് കണ്ടോ. അഡ്രസ്സ് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്ന് കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ എൻ്റർ ചെയ്തിട്ട് ഒന്നുകൂടെ അടുത്ത ഫീൽഡിന് വേണ്ടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് സിറ്റി കൊടുക്കാം. സിറ്റി കൊടുക്കുക, ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിറ്റിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതിയാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതാ നോക്കൂ, നമ്മുടെ അവിടെ എല്ലാം നേരെ നേരെയാണ് വന്നേക്കുന്നത്. സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് അത് നേരെ നേരെയാണ്. നമുക്ക് ജസ്റ്റ് താഴെ താഴെ ആക്കി കൊടുക്കാൻ വേണ്ടി എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത് താഴെ താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വാല്യൂസ് ആഡ് ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന് പ്രിൻറ്റ് ചെയ്യാം. അതിന് ഫയൽ പ്രിൻറ്റ് കൊടുക്കുക. യുവർ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ അഡ്രസ് ഡേറ്റാബേസ് ഫയൽ ഡു യു വാണ്ട് ടു പ്രിൻറ്റ് ഇൻ ദ ഫോം ഓഫ് ലെറ്റർ. അത് ഓക്കെ കൊടുക്കുക, അതായത് യെസ് കൊടുക്കുക. ദെൻ അതിൻ്റെ അകത്തുനിന്ന് പ്രിൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രിൻ്റർ കൊടുത്ത് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യാം. അതില്ലാത്തത് കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഫയൽ കൊടുത്തു. ദെൻ സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ ഇത്രയും പേരുടെ ലെറ്റേഴ്സ് പ്രിൻ്റ് ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഓരോരോ സെപ്പറേറ്റ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ ഫോൾഡർ സെലക്ട് ചെയ്തു. ഫയൽ നെയിം കൊടുക്കാം നമുക്ക്. ഫയൽ നെയിം ഞാൻ ലെറ്റേഴ്സ് ഫോർ ഇൻവിറ്റേഷൻ എന്ന് കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും ഫയൽ നെയിം കൊടുക്കാം. നമ്മൾ ODT എക്സ്റ്റൻഷനാണ് കൊടുക്കുക. ദെൻ സേവ് കൊടുക്കാം. ദെൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന്. 6 പേർക്കാണ് ഉള്ള ഇൻവിറ്റേഷൻ നമ്മൾ കൊടുത്തത്. അതായത് ഡേറ്റാബേസിൽ 6 വാല്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 6 പേർക്കുള്ള വാല്യൂസ്. നമ്മൾ ലൊക്കേഷനിൽ പോയി ഫയലിനെ ഓപ്പൺ ആക്കി. ലെറ്റേഴ്സ് ഫോർ ഇൻവിറ്റേഷൻ .odt ഫയൽ ഓപ്പൺ ആക്കി. 6 പേരുടെയും ഇൻവിറ്റേഷൻ ലെറ്റർ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെറ്ററിലേക്ക് വാല്യൂസിനെ ഫെച്ച് ചെയ്തെടുക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് പ്രിൻറ്റിങ് പാർട്ടിസിപ്പൻസ് കാർഡ് യൂസിങ് മെയിൽ മെർജ്. അതിനായിട്ട് ഞാനൊരു സാമ്പിൾ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിസിപ്പൻറ്റ് കാർഡ് ലൊക്കേഷനിൽ നിന്ന് കാണിക്കാം ഞാൻ. ഇതാണ് പാർട്ടിസിപ്പൻറ്റ് കാർഡ് സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് നെയിം, ക്ലാസ്, ഐറ്റം 3 ഐറ്റത്തിൻ്റെ പേരും നമ്മൾ ഫെച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിളായിട്ട് ഒരെണ്ണം പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ ടൈപ്പ് ചെയ്തതാണത്. അതിൻ്റെ അകത്ത് നോക്കൂ, ഞാൻ 4 പേരുടെ പേരും ക്ലാസ്സും പിന്നെ ഓരോരുത്തരും പങ്കെടുക്കുന്ന 3 ഐറ്റത്തിൻ്റെയും ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ലിസ്റ്റാണ് നമുക്ക് ആ കാർഡിലേക്ക് ഫെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫയൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പാർട്ടിസിപ്പൻറ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്തത് ഓപ്പൺ ആക്കി. ഇനി ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ഫീൽഡ്, ദെൻ മോർ ഫീൽഡ്. അതിൻ്റെ അകത്തുനിന്ന് ഡേറ്റാബേസ് ടാബ് സെലക്ട് ചെയ്യുക, മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡേറ്റാബേസിനെ ആഡ് ചെയ്യാൻ ബ്രൗസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മുടെ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഡേറ്റാബേസ് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഷീറ്റ് 1 ഒരു ഷീറ്റേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത വാല്യൂസ് നെയിം, ക്ലാസ്, ഐറ്റം 1 2 3 അത് 3 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ക്ലാസ് കൊടുക്കാം. ദെൻ ഐറ്റം 1, ദെൻ അടുത്തത് ഐറ്റം 2 അവിടെ കൊണ്ട് കർസർ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്ത് പൊസിഷൻ ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ എല്ലാ വാല്യൂസും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലോസ് ചെയ്യുക നമ്മുടെ മോർ ഫീൽഡ്സ് എന്നുള്ള ടാബ്. ദെൻ ഫയൽ, ദെൻ പ്രിൻ്റ്, പിന്നെ യെസ് കൊടുക്കുക. ഫോം ഓഫ് ലെറ്ററിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, യെസ് കൊടുക്കുക. ദെൻ പ്രിൻ്റർ കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻറ്റ് കൊടുക്കുക. ലൊക്കേഷനിൽ പോയി ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം കാർഡ്സ് പ്രിൻ്റ് അത് ഞാൻ ജസ്റ്റ് കൊടുത്തു. ODT ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. ദെൻ ഫയൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൊക്കേഷനിൽ പോയി ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ദെൻ കാർഡ്സ് പ്രിൻ്റ് ഓപ്പൺ ആക്കി.
നമ്മൾ കൊടുത്ത വാല്യൂസ് അവിടെ വന്നിട്ടുണ്ട്. നെയിം, ക്ലാസ്, 3 ഐറ്റത്തിൻ്റെയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിൻ്റ് എടുത്ത് നമുക്ക് പാർട്ടിസിപ്പൻസിന് കൊടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. പ്രിൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. മോഡൽ ഓഫ് എ സർട്ടിഫിക്കറ്റ് യൂസിങ് മെയിൽ മെർജ്. സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സർട്ടിഫിക്കറ്റിൻ്റെ മോഡലാണ്. ടെക്സ്റ്റിൽ കൊടുത്ത് ഏകദേശം അതുപോലെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പേര്, ക്ലാസ്, ഇനം, ഗ്രേഡ്, സ്ഥലം, തീയതി, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഡാറ്റാബേസിനെ ഇതിലേക്ക് കൊണ്ടുവരാം. ഞാൻ Ctrl+F2 കൊടുത്തിട്ടാണ് ഫീൽഡ് സെലക്ട് ചെയ്തത്. ഇനി അതിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്താണ് ഡാറ്റാബേസ്. ദെൻ ആ ഫയലിൻ്റെ അകത്ത് ഷീറ്റ് 1, അതിൻ്റെ അകത്ത് പേര് നമുക്ക് അവിടെ ഫെച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അവിടെ വന്നു. പിന്നെ കഴ്സർ കൊണ്ട് വെച്ചിട്ട് ക്ലാസ്സിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്താൽ മതിയാകും. ദെൻ ഓരോ വാല്യൂസും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം സർട്ടിഫിക്കറ്റിലേക്ക്. ഓക്കെ, എല്ലാ വാല്യൂസും ഇൻസേർട്ട് ആയതിനു ശേഷം ദെൻ ക്ലോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ നോക്കൂ, ഞാൻ 2 പ്രാവശ്യം തീയതി ഇൻസേർട്ട് ആക്കി. അത് ജസ്റ്റ് നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് കളയാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അതിനായി ഫയൽ, ദെൻ പ്രിൻ്റ് കൊടുക്കുക, ദെൻ എസ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതാ നോക്കൂ, അത് ഡാറ്റാബേസ് വാല്യൂസാണ്. ഷീറ്റ് 1 ഡാറ്റാബേസ് വാല്യൂസാണ്. അപ്പോൾ അത്രയും നമ്പേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ. ഇനി നമുക്ക് പ്രിൻ്റർ ഇല്ലാത്തതുകൊണ്ട് പ്രിൻ്റർ സെലക്ട് ചെയ്യുന്നില്ല, ഫയൽ സെലക്ട് ചെയ്യുകയാണ്. ദെൻ നമുക്ക് സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം. നമ്മൾ തൽക്കാലം സിംഗിൾ ഡോക്യുമെൻറ്റ്സിൽ സേവ് ചെയ്യുകയാണ്. ദെൻ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഏത് നെയിമിലാണോ വേണ്ടത് ആ നെയിം സെലക്ട് ചെയ്യുക. നെയിം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ സർട്ടിഫിക്കറ്റ്സ് എന്നും പറഞ്ഞങ്ങ് കൊടുക്കുവാണ്. ഓക്കെ, ഇനി സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രിൻ്റ് ആയിട്ടുണ്ട്, അതായത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രിൻ്റർ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നോക്കൂ, സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാ ഓരോരുത്തർക്കും നമ്മൾ ഡാറ്റാബേസിൽ കൊടുത്ത വാല്യൂസ് അനുസരിച്ച് ഡാറ്റാസ് ഫെച്ചായി അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ളതാണ് മെയിൽ മെർജ്. എല്ലാവരും പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. നിങ്ങളുടെ സ്കൂൾ റിസോഴ്സ് ഫോൾഡറിൽ ഫയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഫയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. ഇതാണ് ഞാൻ ആ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്തത്. ഇത് ജസ്റ്റ് സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങളുടെ റിസോഴ്സ് ഫയലിൽ ഇതായിരിക്കണം എന്നില്ല. ഞാൻ ജസ്റ്റ് പേര് കൊടുത്ത് സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ മെയിൽ മെർജിങ് ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.